ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ 4-5 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. ഓണം വന്നതിനാലാണ് ചെറിയൊരു ഗ്യാപ്പ് വന്നത്. ബാക്കി ക്ലാസ്സുകൾ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. PSC എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റിന്റെ ആശാൻ ക്ലാസ്സസ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് വരുന്നത് ഫുൾ വീഡിയോ കോഴ്സസ് ആയിട്ടാണ് വരുന്നത്. അവയുടെ സ്റ്റഡി മെറ്റീരിയലും അതേപോലെ ടോപ്പിക് വൈസ് എക്സാംസും മോഡൽ എക്സാംസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ആശാൻ ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഏത് ക്ലാസ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, 10th ആണോ, +2 ആണോ, ഡിഗ്രി ആണോ, ഏത് ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ഉടൻ തന്നെ ടാലന്റിന്റെ ആശാൻ ക്ലാസ്സസ് പർച്ചേസ് ചെയ്യുക. കേരള PSCയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റിന്റെ ഈ ഒരു എക്സാം സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് ആയിട്ടുള്ള പേപ്പർ 2 വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു റാങ്ക് ഫയലിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് 850 രൂപയാണ്. എന്നാൽ നിങ്ങൾക്ക് 800 രൂപയ്ക്ക് ഇപ്പോൾ ഈ ഒരു ബുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കൂ. കേരള PSCയുടെ ഉടൻ വരുന്ന എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ബിവറേജ് LDC, 10th +2 ഡിഗ്രി ലെവൽ ബാച്ചുകൾ, അതേപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻ ബാച്ച്, കമ്പനി ബോർഡ് LD ടൈപ്പിസ്റ്റ് തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയും ചെയ്യുക. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് കുറച്ച് അപ്പോയിന്റ്മെന്റുകളാണ്. ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് നോക്കാം. 2025-26 കാലയളവിലേക്കുള്ള ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, കരുണേഷ് ബജാജ് ആണ്. ആരാണ്? കരുണേഷ് ബജാജ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത്. ഏത് കാലയളവിലേക്കാണെന്ന് ഓർത്തു വെക്കാം. 2025-26 കാലയളവിലേക്കുള്ളതാണ്. ഏത് പോസ്റ്റിലേക്കാണ്? ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷന്റെ ചെയർമാനായിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് മറ്റൊരു പോയിന്റ് കൂടി ഓർത്തു വെക്കാം. ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷന്റെ ഡെപ്യൂട്ടി ചെയർമാനായിട്ട് നിയമിതനാരാണെന്ന് ഓർത്തു വെക്കുക. മോഹിത് ജെയിൻ ആണ്. ആരാണ്? മോഹിത് ജെയിൻ ആണ്. മോഹിത് ജെയിൻ ആണ് എന്താണ്? ഡെപ്യൂട്ടി ഓർത്തു വെക്കുക, ഡെപ്യൂട്ടി ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ്. ആരാണെന്ന് ഓർത്തു വെക്കുക, കരുണേഷ് ബജാജ് ആണ്. ഇനി ഡെപ്യൂട്ടി ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മോഹിത് ജെയിൻ ആണ്. വീണ്ടും ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. അടുത്തിടെ എക്സ്പെൻഡിച്ചർ വകുപ്പിൽ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് പദവിയിൽ ചുമതലയേറ്റത് ആരെന്നാണ്. ആരാണെന്ന് ഓർത്തു വെക്കാം. TCA കല്യാണിയാണ്. ആരാണ്? TCA കല്യാണിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതയായിട്ടുള്ളത്. ഏത് പോസ്റ്റിലേക്കാണ്? എക്സ്പെൻഡിച്ചർ വകുപ്പിലാണ്. എന്താണ്? കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് പദവിയാണ് ചുമതലയേറ്റിട്ടുള്ളത്. ആരാണ് ഈ ഒരു പോസ്റ്റിന്റെ ചുമതലയേറ്റതെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. TCA കല്യാണിയാണ് വന്നിട്ടുള്ളത്. അടുത്ത അപ്പോയിന്റ്മെന്റ് ഇതാണ്. 2025 സെപ്റ്റംബറിൽ UAEയിൽ ഇന്ത്യയുടെ അംബാസഡർ ആയിട്ട് നിയമിതനായത് ആരെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ദീപക് മിത്തൽ ആണ്. ആരാണ്? ദീപക് മിത്തൽ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. 2025 സെപ്റ്റംബറിലാണ് അപ്പോയിന്റ്മെന്റ് നടന്നത്. ഏത് രാജ്യത്തേക്കാണ്? UAEയിലേക്കാണ്. UAEയുടെ എന്താണ്? ഇന്ത്യയുടെ അംബാസഡർ ആയിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ഈ ഒരു പോസ്റ്റ് വഹിച്ചുകൊണ്ടിരുന്ന സഞ്ജയ് സുധീറിനുള്ള കാലാവധി ശേഷമായിരിക്കും, അദ്ദേഹത്തിന്റെ കാലാവധിക്ക് ശേഷമായിരിക്കും ആരാണ്? ദീപക് മിത്തൽ ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനാവുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, 2025 സെപ്റ്റംബറിലാണ് ഈ ഒരു അപ്പോയിന്റ്മെന്റ് വരുന്നത്. ആർക്ക് ശേഷമാണ്? സഞ്ജയ് സുധീറിന് ശേഷമാണ് ആര് അപ്പോയിന്റ്മെന്റ് ആവുന്നത്? ദീപക് മിത്തൽ അപ്പോയിന്റ്മെന്റ് ആവുന്നത്. ഇനി 2020-22 കാലയളവിൽ അദ്ദേഹം ഖത്തറിന്റെ ഇന്ത്യൻ അംബാസഡർ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴെങ്ങനെയാണ് നിയമിതനാവുന്നത്? UAEയിൽ ഇന്ത്യയുടെ അംബാസഡർ ആയിട്ടാണ് അദ്ദേഹം നിയമിതനാവുന്നത്. ഇനിയൊരു മലയാളിയുടെ അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. റിപ്പബ്ലിക് ഓഫ് സീഷെൽസിലെ അടുത്ത ഇന്ത്യൻ ഹൈ കമ്മീഷണർ ആയിട്ട് നിയമിതനാവുന്നത് ആരെന്നാണ്. രോഹിത് രതീഷ് ആണ്. ആരാണ്? രോഹിത് രതീഷ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനാവുന്നത്. അദ്ദേഹം ഒരു മലയാളിയാണ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാം. അപ്പോൾ ഏത് രാജ്യത്തേക്കാണ്? റിപ്പബ്ലിക് ഓഫ് സീഷെൽസിലേക്കാണ് അദ്ദേഹം ഇന്ത്യയുടെ ഹൈ കമ്മീഷണർ ആയിട്ട് നിയമിതനാവുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് കേരളത്തിൽ ഉടൻ തന്നെ വരാൻ പോകുന്ന ഒരു ബോർഡുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. വനമേഖലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായിട്ട് വനം വകുപ്പ് രൂപീകരിക്കുന്ന ഒരു ബോർഡാണ്. ബോർഡ് ഇതാണെന്ന് ഓർത്ത് വെക്കാം. കേരള വനം ഇക്കോ ടൂറിസം വികസന ബോർഡാണ്. എന്താണ്? കേരള വനം ഇക്കോ ടൂറിസം വികസന ബോർഡാണ് വരാൻ പോകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നിലവിൽ വരുന്നതെന്ന് ഓർത്ത് വെക്കുക. വനമേഖലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം എന്താണ് പലതരത്തിലുള്ള
ഇതേപോലെയുള്ള വനമേഖല വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നമുക്കറിയാം, ഇക്കോ ടൂറിസം, അതേപോലെ അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസന ഏജൻസികളെല്ലാം ഉണ്ട്. അവയെല്ലാം എല്ലാത്തിൻ്റെയും പ്രവർത്തനം എന്താണ് ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബോർഡ് സ്ഥാപിതമാവുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇടയ്ക്ക് ചർച്ച ചെയ്തിരുന്നു ഈ ഒരു ഇടങ്ങളിലൊക്കെ നടക്കുന്ന അഴിമതികൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്മീഷനുകൾ, ഓപ്പറേഷനുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെയുള്ള അഴിമതികളൊക്കെ ഇനി നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെ പ്രത്യേകം ഒരു ബോർഡ് രൂപീകരിക്കുന്നത്. അപ്പോൾ ബോർഡ് ഏതാണെന്ന് ഓർത്ത് വെക്കുക, കേരള വനം ഇക്കോ ടൂറിസം വികസന ബോർഡാണ് നിലവിൽ വരുന്നത്. അടുത്തത് ഒരു ബാങ്ക് ലയനവുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സഹകരണ മേഖലയിലെ ബാങ്ക് ലയനത്തിന്റെ ഭാഗമായി സംസ്ഥാന കാർഷിക ഗ്രാമീണ വികസന ബാങ്കുമായി ലയിക്കുന്ന ബാങ്ക് ഏതെന്നാണ്? കേരള ബാങ്ക് ആണ്. ഓർത്തു വെക്കുക, കേരള ബാങ്ക് ആണ്. അപ്പോൾ കേരള ബാങ്കും അതേപോലെ സംസ്ഥാന കാർഷിക ഗ്രാമീണ വികസന ബാങ്കുമായിട്ട് ലയിക്കുകയാണ്, രണ്ടും കൂടി ലയിക്കാൻ പോകുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ലയിച്ച് എന്തായിട്ട് തന്നെ മാറും? കേരള ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും. ഇനി നിലവിലെ കേരള ബാങ്ക് എങ്ങനെയാണ്, എന്തൊക്കെ ലയിച്ചാണ് ഉണ്ടായതെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, PSCക്ക് നമ്മൾ പഠിക്കുന്നതാണ്. നമ്മുടെ കേരളത്തിൽ എന്താണ് ജില്ലാ സഹകരണ ബാങ്കുകളും അതേപോലെ സംസ്ഥാന സഹകരണ ബാങ്കും കൂടി ലയിച്ചാണ് എന്താണ് കേരള ബാങ്ക് അല്ലെങ്കിൽ കേരള കോഓപ്പറേറ്റീവ് ബാങ്ക് നിലവിൽ വന്നത്. അപ്പോൾ ഈ ഒരു കേരള ബാങ്കും ഇനി എന്താണ് സംസ്ഥാന കാർഷിക ഗ്രാമീണ വികസന ബാങ്കും കൂടി ലയിക്കാനായിട്ട് പോകുകയാണ്. അപ്പോൾ പ്രത്യേകം തന്നെ നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഉടൻ തന്നെ എന്താണ് സംസ്ഥാന കാർഷിക ഗ്രാമീണ വികസന ബാങ്കുമായിട്ട് ലയിക്കുന്ന ബാങ്ക് ഏതായിരിക്കും? കേരള ബാങ്ക് ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും PSC ചോദിക്കുന്നത്, കേരള ബാങ്കിൽ ഉടൻ ലയിക്കുന്ന സ്ഥാപനം ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? സംസ്ഥാന കാർഷിക ഗ്രാമീണ വികസന ബാങ്കാണ്. അടുത്തതൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സെമികോൺ 2025ന്റെ വേദി എവിടെയെന്നാണ്. അപ്പോൾ ഈ ഒരു മീറ്റിംഗ് നടന്നത് എവിടെ വെച്ചാണ്? ന്യൂഡൽഹിയിൽ വെച്ചാണ്. എന്താണ് സെമികോൺ 2025? സെമികോൺ 2025 എവിടെ വെച്ചാണ് നടന്നത്? ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നത്. അപ്പോൾ ഈ ഒരു സെമികോൺ 2025ന്റെ പ്രമേയം എന്താണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ബിൽഡിംഗ് ദി നെക്സ്റ്റ് സെമി കണ്ടക്ടർ പവർ ഹൗസ് എന്നുള്ളതാണ് 2025 എന്താണ് സെമികോൺ ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന 2025 സെമികോണിന്റെ പ്രമേയമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു മീറ്റിംഗിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ ഈ ഒരു വേദിയിൽ വെച്ച് തന്നെ നമ്മുടെ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള പ്രോസസ്സർ, ബിറ്റ് പ്രോസസ്സർ ആയിട്ടുള്ള വിക്രം 32 എന്താണ്? വിക്രം 32 ഓർത്തു വെക്കുക. എന്താണ് വിക്രം 32 ബിറ്റ് പ്രോസസ്സർ എന്താണ് അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതെന്താണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ചിപ്പാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ 2025 സെമികോണിന്റെ വേദി എവിടെയായിരുന്നു? ന്യൂഡൽഹി ആയിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. PSC ചോദ്യം ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണ്. 56ാമത് GST കൗൺസിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 55ാമത് GST കൗൺസിൽ വന്നപ്പോൾ PSC അതിൽ നിന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ഒരു മീറ്റിംഗ് കൗൺസിലിന്റെ അധ്യക്ഷത വഹിച്ചത് ആരാണെന്ന് ഓർത്തു വെക്കാം. നിർമ്മലാ സീതാരാമനാണ്. ആരാണ്? നിർമ്മലാ സീതാരാമനാണ് 56ാമത് GST കൗൺസിൽ എന്താണ് അധ്യക്ഷത വഹിച്ചത്. നമുക്കറിയാം നിർമ്മലാ സീതാരാമൻ നമ്മുടെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്, ധനകാര്യമന്ത്രിയാണ്. അപ്പോൾ ധനകാര്യമന്ത്രിയായിരിക്കും ഈ ഒരു അധ്യക്ഷത വഹിക്കുന്നത്. എന്നാണ് GST കൗൺസിൽ മീറ്റിംഗിന്റെ അധ്യക്ഷത വഹിക്കുന്നത്. അപ്പോൾ നിലവിൽ ഈ ഒരു അധ്യക്ഷത വഹിച്ചത് നിർമ്മലാ സീതാരാമനാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് ഇതിന്റെ വേദിയാണ്. കഴിഞ്ഞ പ്രാവശ്യം PSC ചോദിച്ചത് വേദിയായിരുന്നു. 55ാമത് GST കൗൺസിലിന്റെ വേദി PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 56ാമത് വേദി എവിടെയാണെന്ന് ഓർത്ത് വെക്കാം. ന്യൂഡൽഹിയിലാണ് നടന്നത്. 56ാമത് GST കൗൺസിൽ മീറ്റിംഗ് നടന്നത് എവിടെ വെച്ചാണ്? ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നത്. 2025 സെപ്റ്റംബർ ആദ്യമാണ് എന്താണ് ഈ ഒരു മീറ്റിംഗ് നടന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എവിടെ വെച്ചാണ് നടന്നത്? ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നത്. ഇനി PSC ചോദിച്ചത് 55ാമത്തെ മീറ്റിംഗ് എവിടെ വെച്ചെന്നായിരുന്നു. അതെവിടെ വെച്ചാണ്? ജയ്സാൽമറിൽ വെച്ചാണ് നടന്നത്. 55ാമത് GST കൗൺസിൽ മീറ്റിംഗ് നടന്നത് എവിടെ വെച്ചാണ്? ജയ്സാൽമറിൽ വെച്ചാണ്. 50ാമത് GST കൗൺസിൽ മീറ്റിംഗ് തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവയെല്ലാം നടന്നത് ന്യൂഡൽഹിയിൽ വെച്ചാണ്. എന്താണ് 55ാമത് ഒഴിച്ച് 55ാമത് GST കൗൺസിൽ മീറ്റിംഗ് ഒഴിച്ച് 50ാമത് തൊട്ട് 50, 51, 52, 53, 54, 54, 56 ഇത്രയും നടന്നത് എവിടെ വെച്ചാണ്? ന്യൂഡൽഹിയിൽ വെച്ചാണ്. നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 55 മാത്രം നമ്മളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിച്ചാൽ മതി. എവിടെ വെച്ചാണ് നടന്നത്? ജയ്സാൽമറിൽ വെച്ചാണ് നടന്നത്. അപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു. നിർമ്മലാ സീതാരാമനാണ് 56ാമത് GST കൗൺസിലിന് എന്താണ് അധ്യക്ഷത വഹിച്ചത്. അപ്പോൾ ഇത് എപ്പോഴാണ് നടന്നത്? ന്യൂഡൽഹിയിലാണ് നടന്നത്. അതും 2025 സെപ്റ്റംബറിലാണ് ഈ ഒരു 56ാമത് മീറ്റിംഗ് നടന്നത്.
ഇനി നമുക്കറിയാം GST കൗൺസിലിൽ വെച്ചിട്ടാണ് ഈ ഒരു മീറ്റിംഗിൽ വരുമ്പോഴാണ് നമ്മുടെ GST സ്ലാബുകളിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഈ ഒരു മീറ്റിംഗിൽ നല്ല രീതിയിൽ ഈ ഒരു സ്ലാബുകൾക്ക് വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം നിലവിലുണ്ടായിരുന്ന സ്ലാബുകൾ ഏതൊക്കെയാണ്? 5%, 5, 12, 18, 28 ഇങ്ങനെ പ്രധാന 4 സ്ലാബുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴിതിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോഴെന്താണ് 5% അതേപോലെ 18% പ്രധാനമായിട്ട് വരുന്നത്. 5% എന്ന് പറയുന്നത് ഒരു മെറിറ്റ് നിരക്കായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി 18% ആണെങ്കിൽ അതൊരു സ്റ്റാൻഡേർഡ് നിരക്കായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ഡീമെറിറ്റ് നിരക്കായിട്ട് ഇതിന് പുറമെ 40% കൂടി വന്നിട്ടുണ്ട്. പുതിയതായിട്ട് വന്നത് എത്രയാണ്? 40%. അതെന്താണ്? ഒരു ഡീമെറിറ്റ് നിരക്കായിട്ടാണ് വന്നിട്ടുള്ളത്. 5% എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതൊരു മെറിറ്റ് നിരക്കാണ്. 18% എന്താണ്? അത് സ്റ്റാൻഡേർഡ് നിരക്കായിട്ടാണ് വരുന്നത്. ഇനി 40% വരുന്നത് അതെന്താണ്? പുകയില ഉൽപ്പന്നങ്ങൾ അതേപോലെ ആഡംബര വസ്തുക്കൾ, ആഡംബര വാഹനങ്ങൾ തുടങ്ങിയവർക്ക് ഏർപ്പെടുത്തുന്ന 40% അതൊരു ഡീമെറിറ്റ് നിരക്കായിട്ടുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രധാന സ്ലാബുകളിൽ വന്നിട്ടുള്ള മാറ്റം പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഓരോ വസ്തുക്കൾക്കും GST മാറിയിട്ടുണ്ട്, നിരക്കുകൾ കുറഞ്ഞതുണ്ട്. അതേപോലെ ആഡംബര വസ്തുക്കൾക്ക് നമ്മൾ പറഞ്ഞതുപോലെ 40% പുകയില ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവയെല്ലാം കറക്റ്റായിട്ട് നമുക്ക് നോക്കണമെങ്കിൽ, നിങ്ങൾക്ക് അറിയണമെങ്കിൽ PIBയുടെ സൈറ്റിൽ നോക്കിയാൽ മതി. അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകണമെങ്കിൽ മാത്രം നോക്കിയാൽ മതി. നമുക്ക് അത്രയും അധികം ആവശ്യമില്ല. PSCക്ക് പഠിക്കേണ്ടത് ബേസിക് പോയിന്റ്സുകളെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, 56ാമത് GST കൗൺസിലിന്റെ അധ്യക്ഷത വഹിച്ചത് നിർമ്മല സീതാരാമനാണ്. അതിന്റെ മീറ്റിംഗിന്റെ വേദി ഇപ്പോൾ എവിടെയായിരുന്നു? അത് ന്യൂഡൽഹിയായിരുന്നു. 2025 സെപ്റ്റംബറിലാണ് ഈ ഒരു മീറ്റിംഗ് നടന്നത്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ PCP സാങ്കേതിക വിദ്യ കൈമാറ്റത്തിന് ഇന്ത്യയുമായി കരാർ ഒപ്പുവെച്ച രാജ്യം ഏതെന്നാണ്. അപ്പോൾ USA ആണ്. എന്താണ്? USA ആണ്. USAയും അതേപോലെ ഇന്ത്യയുമായിട്ട് ഒരു കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? PCP. ഓർത്തു വെക്കുക, പ്രൈമറി കൂളന്റ് പമ്പുകളുടെ സാങ്കേതിക വിദ്യ കൈമാറ്റത്തിനാണ് എന്താണ് ഇന്ത്യയും അതേപോലെ USAയുമായിട്ട് ഈ ഒരു കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ USAയിലുള്ള ഈ ഒരു സാങ്കേതിക വിദ്യ ഇന്ത്യൻ കമ്പനികൾക്ക് ഇന്ത്യയിലെ കമ്പനിക്ക് നൽകിക്കൊണ്ടുള്ള ഈ ഒരു സാങ്കേതിക വിദ്യ കൈമാറ്റ കരാറാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. അടുത്തിടെ എന്താണ്? PCP സാങ്കേതിക വിദ്യ കൈമാറ്റത്തിന് ഇന്ത്യയും അതേപോലെ അമേരിക്കയും കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ്. അടുത്തതൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച ചിന്മയ വിദ്യാപീഠം സ്ഥാപക ഡയറക്ടർ ആരെന്നാണ്. ഓർത്തുവെക്കുക, കാമാക്ഷി ബാലകൃഷ്ണനാണ്. ആരാണ്? കാമാക്ഷി ബാലകൃഷ്ണനാണ്. എന്താണ്? അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ചിന്മയ വിദ്യാപീഠം സ്ഥാപക ഡയറക്ടറാണ്. ആരാണ്? കാമാക്ഷി ബാലകൃഷ്ണൻ. വീണ്ടും ഒരു വിയോഗമാണ് നമ്മൾ നോക്കുന്നത്. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യ വനിതാ ഫോറൻസിക് സർജൻ ആരെന്നാണ്. അപ്പോൾ ഷേർലി വാസു ആണ്. ആരാണ്? ഷേർലി വാസു ആണ്. എന്താണ് പ്രത്യേകത? കേരളത്തിലെ തന്നെ ആദ്യ വനിതാ ഫോറൻസിക് സർജൻ ആണ് ഷേർലി വാസു. അത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. എന്താണ് പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞു. കേരളത്തിലെ തന്നെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജൻ ആയിരുന്നു ഷേർലി വാസു. ഷേർലി വാസുവിന്റെ ഒരു പ്രധാന പുസ്തകം കൂടിയുണ്ട്, പോസ്റ്റ്മോർട്ടം ടേബിൾ. അതുകൂടി ഓർത്ത് വെക്കുക. എന്താണ് പോസ്റ്റ്മോർട്ടം ടേബിൾ? ആരുടെ രചനയാണ്? ഷേർലി വാസുവിന്റെ ഒരു രചനയാണ്. അപ്പോൾ എന്താണ്? കേരളത്തിലെ ആദ്യ വനിതാ ഫോറൻസിക് സർജൻ ആയിരുന്ന ഷേർലി വാസു അന്തരിച്ചിരിക്കുകയാണ്. വീണ്ടും ഒരു വിയോഗമാണ് നമ്മൾ നോക്കുന്നത്. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച വിഖ്യാത ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനർ ആരെന്നാണ്. ജോർജിയോ അർമാനി ആണ്. ജോർജിയോ അർമാനി. അപ്പോൾ ജോർജിയോ അർമാനി അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനർ ആണ്. നമുക്കറിയാം എന്താണ് അർമാനി ഫാഷൻ ഗ്രൂപ്പ്. അർമാനി ഫാഷൻ ഗ്രൂപ്പിന്റെ ഫൗണ്ടർ കൂടിയാണ്. ആരാണ്? ജോർജിയോ അർമാനി എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് പഠിക്കുക. അദ്ദേഹം 1975 സെർഗിയോ ഗലിയോട്ടിയുമായി ചേർന്നിട്ടാണ് ഈ ഒരു ഫാഷൻ ഹൗസ് ആരംഭിച്ചത്. അപ്പോൾ ഓർത്തു വെക്കുക, വിഖ്യാത ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനറായ ജോർജിയോ അർമാനി അന്തരിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ നമുക്ക് വരാൻ പോകുന്ന കേരള PSCയുടെ BFO അതേപോലെ എക്സൈസ് ഇൻസ്പെക്ടർ, ഫയർമാൻ, ഫയർ വുമൺ പോസ്റ്റുകളിലേക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബുക്കുകൾ ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ഈ ഒരു ബുക്കുകൾ സ്വന്തമാക്കി പഠിച്ചു തുടങ്ങുക. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. 2025-26 കാലയളവിലേക്കുള്ള ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ്. കരുണേഷ് ബജാജ് ആണ്. ആരാണ്? കരുണേഷ് ബജാജ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ അപ്പോയിന്റ്മെന്റ്, അടുത്തിടെ എക്സ്പെൻഡിച്ചർ വകുപ്പിൽ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് പദവിയിൽ ചുമതലയേറ്റത് ആരെന്നാണ്. TCA കല്യാണിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ചുമതലയേറ്റിട്ടുള്ളത്. ശേഷം നമ്മൾ നോക്കിയത് 2025 സെപ്റ്റംബറിൽ UAEയിൽ ഇന്ത്യയുടെ അംബാസഡർ ആയിട്ട് നിയമിതനായത് ആരെന്നാണ്. ദീപക് മിത്തൽ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത്. എന്താണ്? UAEയിൽ എന്താണ് ഇന്ത്യയുടെ അംബാസഡർ ആയിട്ടാണ് അദ്ദേഹം നിയമിതനായത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയ അപ്പോയിന്റ്മെന്റ്
റിപ്പബ്ലിക് ഓഫ് സീഷെൽസിലെ അടുത്ത ഇന്ത്യൻ ഹൈ കമ്മീഷണറായിട്ട് നിയമിതനായത് ആരെന്നാണ്? രോഹിത് രതീഷ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത്. അദ്ദേഹം ഒരു മലയാളിയാണ്. അതിനുശേഷം നമ്മൾ നോക്കിയത് വനമേഖലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി വനം വകുപ്പ് രൂപീകരിക്കുന്ന ബോർഡ് ഏതെന്നാണ്? കേരള വനം ഇക്കോ ടൂറിസം വികസന ബോർഡാണ് രൂപീകരിക്കുന്നത്. അപ്പോൾ എന്താണ്? വനമേഖലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബോർഡ് സ്ഥാപിതമാവുന്നത്. ശേഷം നമ്മൾ നോക്കിയത് ഒരു ബാങ്ക് ലയനവുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു. സഹകരണ മേഖലയിലെ ബാങ്ക് ലയനത്തിന്റെ ഭാഗമായി സംസ്ഥാന കാർഷിക ഗ്രാമീണ വികസന ബാങ്കുമായി ലയിക്കുന്ന ബാങ്ക് ഏതെന്നാണ്? കേരള ബാങ്ക് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് 2025 സെമികോണിന്റെ വേദി എവിടെയെന്നാണ്? ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത്. ഇനി 56ാമത് GST കൗൺസിൽ മീറ്റിംഗിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോഴെന്താണ്? അതിന്റെ അധ്യക്ഷത വഹിക്കുന്നത് നിർമ്മല സീതാരാമനാണ്. ഈ ഒരു മീറ്റിംഗിന്റെ വേദി എവിടെയായിരുന്നു? ന്യൂഡൽഹി ആയിരുന്നു. 2025 സെപ്റ്റംബറിലാണ് ഈ ഒരു മീറ്റിംഗ് നടന്നത്. അപ്പോൾ ഈ ഒരു മീറ്റിംഗിലെ പ്രധാന പോയിന്റുകൾ എന്തെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് അടുത്തിടെ PCP എന്താണ്? പ്രൈമറി കൂളന്റ് പമ്പുകൾ അവയുടെ സാങ്കേതിക വിദ്യ കൈമാറ്റത്തിന് ഇന്ത്യയുമായി കരാർ ഒപ്പുവെച്ച രാജ്യം ഏതെന്നാണ്? USA ആണ്. അപ്പോൾ USAയിലുള്ള ഈ ഒരു സാങ്കേതിക വിദ്യ ഇന്ത്യയിലെ ഒരു കമ്പനിക്ക് കൂടി എന്താണ്? ആ ഒരു നിർമ്മാണ സാങ്കേതിക വിദ്യ നൽകുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് വിയോഗങ്ങളായിരുന്നു. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച ചിന്മയ വിദ്യാപീഠം സ്ഥാപക ഡയറക്ടർ ആരെന്നാണ്? കാമാക്ഷി ബാലകൃഷ്ണനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്തത് 2025 സെപ്റ്റംബറിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യ വനിതാ ഫോറൻസിക് സർജൻ ആരെന്നാണ്? ഷേർലി വാസു ആണ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. എന്താണ്? കേരളത്തിലെ തന്നെ ആദ്യ വനിതാ ഫോറൻസിക് സർജൻ ആയിരുന്നു ഷേർലി വാസു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്തത് 2025 സെപ്റ്റംബറിൽ അന്തരിച്ച വിഖ്യാത ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനർ ആരെന്നാണ്? അപ്പോൾ ജോർജിയോ അർമാനിയാണ്. അർമാനി ആ ഒരു ഫാഷൻ ഹൗസിന്റെ സ്ഥാപകൻ കൂടിയാണ്. ആരാണ്? ജോർജിയോ അർമാനി എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ 2024-25 വർഷത്തിൽ സമുദ്രോൽപാദന കയറ്റുമതിയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതെന്നാണ്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ബി തമിഴ്നാട്, ഓപ്ഷൻ സി കേരളം, ഓപ്ഷൻ ഡി ഗുജറാത്ത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ആഗോള സമാധാന സൂചിക 2025 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്നാണ്? ഓപ്ഷൻ എ അയർലൻഡ്, ഓപ്ഷൻ ബി ന്യൂസിലാൻഡ്, ഓപ്ഷൻ സി സ്വീഡൻ, ഓപ്ഷൻ ഡി ഐസ്ലാൻഡ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: 2025 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലുള്ള ഇന്ത്യൻ സഖ്യത്തെ നയിക്കുന്നത് ആരെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. നീരജ് ചോപ്രയാണ് ഈ ഒരു സഖ്യത്തെ നയിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: 35 വർഷങ്ങൾക്ക് ശേഷം തുറന്ന ശാരദാ ഭവാനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ്? ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ബുദ്ഗാമിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.